എന്നതിക്രമം നിമിത്തം മുറിവേറ്റവനേ, എന്ന കൃത്യം നിമിത്തം തകർന്നോനേ, എനിക്കായി രക്ഷ നൽകിയോനേ, എന്നെ വീണ്ടെടുത്തവനേ, നിനക്കായി ഞാൻ എന്നെന്നും ജീവിക്കും. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. 116 സങ്കീർത്തനം 7 വാക്യം. ആ വചനം ഇങ്ങനെ വായിക്കുന്നു: എൻ മനമേ, നീ വീണ്ടും സ്വസ്ഥമായിരിക്ക, യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു എന്നുള്ള ചിന്തയാണ്. ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ നിരവധി പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ ഒക്കെ ജീവിതയാത്രയിൽ ആഞ്ഞടിക്കുമ്പോൾ മനസ്സ് വല്ലാണ്ട് അലയുന്നതായ, ആകുലപ്പെടുന്നതായ പശ്ചാത്തലങ്ങൾ കടന്നു വന്നു എന്ന് വരാം. അതേ തലത്തിൽ തന്നെ സങ്കീർത്തനക്കാരനും തൻ്റെ ജീവിതത്തിനകത്ത് മനസ്സ് വല്ലാതെ ഭാരപ്പെടുന്നതായ ഘട്ടങ്ങൾ കടന്നു വന്നു. ആ സമയത്ത് സങ്കീർത്തനക്കാരൻ്റെ ജീവിതത്തിൻ്റെ ഇന്നലകളെ താൻ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇതിനേക്കാൾ വലുതും സങ്കീർണവുമായിട്ടുള്ള പ്രശ്നങ്ങളെ താൻ തരണം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അന്ന് തനിക്ക് വേണ്ടി വെളിപ്പെട്ട, തന്നെ ആശ്വസിപ്പിച്ച, തന്നെ ചേർത്ത് പിടിച്ച അത്യുന്നതനായ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച്, ദൈവം ചെയ്ത ഉപകാരങ്ങളെക്കുറിച്ച് താൻ ചിന്തിച്ചപ്പോൾ തൻ്റെ ഹൃദയത്തോട് ഓർമ്മപ്പെടുത്തി പറയുകയാണ്: എൻ മനസ്സേ, നീ വീണ്ടും സ്വസ്ഥമായിരിക്കാം. ഇന്നലകളിൽ വിടുവിച്ച ദൈവം പിന്നെയും വിടുവിപ്പാൻ വിശ്വസ്തതയുള്ള ദൈവമാണ് എന്ന് താൻ തന്നോട് തന്നെ പറയുന്നതായ വാക്കുകളാണ്. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 1 വാക്യം നാം വായിക്കുമ്പോഴും, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു എന്നുള്ള പ്രസ്താവന കാണുന്നു. കർത്താവായ യേശുക്രിസ്തു താൽക്കാലികമായി ശിഷ്യന്മാരെ വിട്ടുപോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ശിഷ്യന്മാരുടെ ഹൃദയം വല്ലാതെ ആകുലപ്പെടുവാനിടയായി. അങ്ങനെ മാനസിക പ്രയാസത്തോടെ ഇരിക്കുന്നതായ ശിഷ്യന്മാരോട് യേശു കർത്താവ് കൃത്യമായി പറയുകയാണ്: നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകുവാനും നിങ്ങൾ അസ്വസ്ഥരായി തീരുവാനും പാടുള്ളതല്ല. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് വേണ്ടി കൂടിയാണ്, നിങ്ങൾക്കൊരു സ്ഥലമൊരുക്കുവാനാണ്. അവിടേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നു. അവിടെ നിങ്ങൾ വന്നെത്തിയാൽ നിങ്ങൾക്ക് ആകുലതകളോ വ്യാകുലതകളോ കഷ്ടങ്ങളോ സങ്കടങ്ങളോ ഒന്നും ഉള്ളതായൊരു പശ്ചാത്തലത്തിലൂടെ അല്ല നിങ്ങൾ പിന്നെ പോകുന്നത്, അത്യുന്നതനായ ദൈവത്തോടു കൂടെയുള്ള വാസമാണെന്ന് ഓർപ്പിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, താൽക്കാലികമായി ഈ ലോക ജീവിതത്തിൽ അനവധി പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. അവിടെ നമ്മുടെ മനസ്സ് കലങ്ങി, നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകുന്നവരായിട്ടല്ല. നാം ആത്മാവിൻ്റെ പുതുബലം പ്രാപിച്ചുകൊണ്ട് എൻ്റെ കഷ്ടതയുടെ നടുവിൽ, എൻ്റെ പ്രതിസന്ധിയുടെ നടുവിൽ എനിക്ക് വേണ്ടി വെളിപ്പെട്ട് വരുന്നൊരു ദൈവമുണ്ടെന്ന് ആഴമായി ചിന്തിച്ചുകൊണ്ട് ആ നിലകളിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഓരോ ദിവസങ്ങളും മുൻപോട്ട് യാത്ര ചെയ്യാനിടയാകേണ്ടതിന് നമ്മെ തന്നെ സമർപ്പിക്കുന്നവരായിത്തീരാം. അതിന് ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങൾ ദൈവസാന്നിധ്യത്തോട് ചേർത്ത് വച്ച് കലങ്ങിപ്പോകുന്ന ഹൃദയത്തിൻ്റെ
അവകാശികളായിട്ടല്ല, ദൈവം ചെയ്ത നന്മകൾ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് നിലനിൽക്കുന്നവരെ തീരുവാൻ ഞങ്ങളെ സഹായിക്കണം. ദൈവം അനുഗ്രഹിക്കുന്നത് കൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.